ഓ ആ ഇതന്നെ ഇത് ലെക്സിന്റെ സോപ്പോ? എന്ത് അല്ല കോസ്റ്റ്യൂം അതുപോലത്തെയാ? എടാ ഞാനിത് ഈ ഉത്സവത്തിന് വേണ്ടി ഞാൻ നെയ്യാറ്റിങ്കരന്ന് ഞാൻ പോയി എടുത്തോണ്ട് വന്ന ഈ ഉത്സവത്തിന് വേണ്ടി ആണല്ലയോ? അത് എനിക്ക് തെറ്റ് പറ്റിയതാ. കുലുക്കി സർബത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോഴുണ്ടാകുന്ന നടുവുവേദന, സന്ധിവേദന, ഒട്ടുവേദന എന്നിവക്ക് അത്യുത്തമമാണ് കുലുക്കി സർബത്ത്. ഷർട്ടിട്ട് വരുന്ന ചേട്ടൻ ഒരു കുലുക്കി സർബത്ത് കൊടുക്കും. എന്റെ കടയുടെ പ്രൊമോഷനാ. ഞാനായിട്ട് എന്റെ കടയുടെ പ്രൊമോഷൻ ഉണ്ടാക്കി വെച്ചത്. എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. അതെ ഒരു മിനിറ്റ്, ഉത്സവത്തിന്റെ അനൗൺസ്മെന്റ് ഒന്ന് ചെയ്യണമായിരുന്നു. ബാക്കി നടക്കട്ടെ. എടി നീ അതെല്ലാം കറങ്ങിടത്ത് കാണടി. ഹലോ ഭക്തജനങ്ങളെ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഇന്ന് രാത്രി 9:30 നടത്തേണ്ടിയിരുന്ന നാടകം ഇന്ന് രാത്രി 9:30 നടക്കത്തില്ല. ഒരുമാതിരി തെണ്ടിത്തരം പറയരുത് കേട്ടോ. നാട്ടുകാരുടെ മുന്നിൽ കാശ് മുഴുവൻ മേടിച്ചിട്ട് നാടകം നടക്കത്തില്ലെന്നോ? എടാ നാടകം നടക്കൂടാ. നാടകം നടക്കും. എനിക്കത് കേട്ടാ മതി. കൃത്യം 9:30 തന്നെ നാടകം നടക്കത്തില്ല. ഒരുമാതിരി ഫാദറില്ലായ്മ കാണിക്കരുത്. ഇപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞ നാടകം നടക്കൂന്ന്? ഞാൻ അതാണ് പറഞ്ഞത്. എടാ ഈ നാടകത്തിന്റെ പേരാണ് നാടകം നടക്കത്തില്ല. അതാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. നാടകത്തിന്റെ പേരാണ് പറഞ്ഞത്. അതിന്റെ പേര്. നിങ്ങളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ചേച്ചീനെ പറ്റി നിങ്ങൾ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് ഈ മുടി മുഴുവൻ മുല്ലപ്പൂ വെച്ചിട്ട് ചേച്ചീനെ എവിടെ കൊണ്ടു? നിങ്ങൾ എവിടെ മുല്ലപ്പൂ മേടിച്ചു കൊടുത്തു? വേണ്ട, മുല്ലപ്പൂ നീ കണ്ട വിലയല്ലേ? ചേച്ചിയുടെ മുടി മുഴുവൻ മുല്ലപ്പൂ അല്ലയോ? നീ അവളെന്തോ ചെയ്യുന്നത് കണ്ടോ? പോപ്കോൺ മേലോട്ട് എറിയുന്നു. ആ എറിയുന്ന പോപ്കോൺ ഒരെണ്ണം അവിടെ വായിലോട്ട് വീഴുന്നില്ല, എല്ലാം മുടിയിലാ വന്ന് വീഴുന്നത്. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് മേടിച്ചു കൊടുത്തായിരിക്കുന്നത്. പിന്നെ ഞാൻ നിങ്ങളെ ഒന്ന് കാണാതിരിക്കുവായിരുന്നു. എന്തിനാ? ഈ കടയുടെ പരിസരത്ത് മുഴുവൻ ഭയങ്കര എലിശല്യമാണ്. നിങ്ങൾ കാശ് വന്ന് മേടിക്കുന്നുണ്ടല്ലോ, മുഴുവൻ എലിശല്യം. എലിശല്യമാണ് ഇവിടെ. നീ ഒരു കാര്യം ചെയ്യും, ഇത് പൊളിച്ച് നീ നിന്റെ വീട്ടിൽ കൊണ്ടുവച്ച് പരിപാടി നടത്തും. അവിടെ വെക്കാൻ പറ്റത്തില്ല. അവിടെയും ഭയങ്കര എലിശല്യം. എലിശല്യമാണോ? ഒരു കാര്യം ചെയ്താൽ മതിരാ, ഒരു എലിപ്പട്ടി മേടിച്ച് വീട്ടിൽ വെച്ചാൽ മതി. അയ്യോ, എലിപ്പട്ടി മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല, എലി കയറുന്നില്ല. ഒരു കാര്യം ചെയ്യും, വീട്ടിൽ കപ്പയുണ്ട്, ഒരു കഷ്ണം കപ്പ എടുത്തു. കഴിഞ്ഞ ദിവസം ഞാൻ കപ്പ വെച്ചായിരുന്നു. അപ്പൊ ഒരു എലി വന്ന് അത് തിന്നിട്ട് ഒരു ക്ലിപ്പ് അതെ കുത്തിയിട്ട് പോയേക്കുന്നു. എന്തുവാ? ദൈവത്തെ ഓർത്ത് ഇനി കപ്പ വെക്കല്ലേ, എനിക്ക് ഗ്യാസാന്ന്. അത് ശരി. അപ്പൊ എഴുത്തും വായന അറിയാവുന്ന എലിയാ? എനിക്കറിയാൻ പാടില്ല. കപ്പ ഇല്ല, വേണ്ട, ഒരു കഷ്ണം തേങ്ങാപ്പൂള് പോയി. പിന്നെ വെളിച്ചെണ്ണക്ക് കണ്ട വില കൂടിയിരിക്കുന്ന സമയത്ത് ഇനി തേങ്ങാപ്പൂളോടെ വെച്ചു കൊടുക്കാം ഞാൻ. ഒരു കഷ്ണം ഉണക്കമീൻ എടുത്തു പോയിടാ അതിനകത്ത്. പച്ചമീനൊക്കെ എന്നാ വിലയാന്നറിയോ? അപ്പോഴാണ് ഉണക്കമീൻ വെക്കുന്നത്. പോകും അവിടുന്ന്. അപ്പൊ നിന്റെ വീട്ടിൽ കപ്പ ഇല്ല, ഉണക്കമീൻ ഇല്ല, തേങ്ങാപ്പൂളും ഇല്ല. നീ ഒന്നും ചെയ്യണ്ട, എലി പട്ടിണി കിടന്ന് ചത്തോളും. നീ അതിനെ ഒന്നും ചെയ്ത് പിടിക്കണ്ട. എന്നാ വെള്ളം വാങ്ങിച്ചെണ്ണ എന്തോണ്ടാ? സുഖമായിട്ടിരിക്കുന്ന ചേട്ടാ. എടാ നിന്റെ സുഖം അന്വേഷിക്കാൻ വന്നല്ലേ? എന്തോണ്ട് കുടിക്കാൻ? എന്തോണ്ടെന്ന് കുടിക്കാൻ ചേട്ടാ? കുലുക്കി സർബത്തുണ്ട്, സോഡാ സർബത്തുണ്ട്. എന്ത് പരിപാടി? എനിക്ക് സോഡാ സർബത്ത് മതി. എന്റെ സോഡാ സർബത്ത് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്റെ സോഡാ സർബത്ത് എന്താ ഷർട്ട് മുണ്ട് ഇട്ടുകൊണ്ട് വരുവോ? അതല്ല, ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 2 കറിവേപ്പിലൊക്കെ ഇടും. സെറ്റപ്പ് സാധനം റെഡി ചെയ്തേ ചേച്ചി. ചേട്ടാ പിന്നെ അച്ഛന് മരുന്ന് കൊടുക്കണ്ടായിരുന്നു? അത് കൊടുത്തില്ലല്ലോ. അതിന്റെ സമയം എന്താ? സമയം ചേച്ചി 8:30. വെള്ളവെട്ടിയെ ഞാൻ ഇപ്പൊ തരാം. എന്റെ ഇത് തെറ്റാ. ഇതെന്തോരം ചെറുക്കനാണിത്. ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇന്ന കാര്യം നടക്കത്തില്ല. നമുക്ക് അവിടെ വളക്കട കയറിട്ട് വരാം. നിങ്ങളുടെ വിളിച്ചു കേട്ടാത്തൊന്നും അവിടെ സ്വർണ്ണക്കടയിൽ നിന്ന് വളം മേടിച്ചു തരാനാണ്. ഏതെടുത്താൽ 5 രൂപ കിട്ടുന്ന സാധനം വാങ്ങിച്ചു തരാനില്ലേ? അങ്ങനെ എന്നെ പറ്റിക്കാൻ നിങ്ങൾ നോക്കണ്ട. നമുക്കത് ചേച്ചി ചേച്ചി റെഡിയായി. എന്റെ അനിയാ നില്ലേ ഇപ്പൊ ചോദിക്കും സമയം എത്രയായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പോലെ 9:30 പറഞ്ഞു. താണ്ട മനുഷ്യ, ഇവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ചാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യും, നമുക്ക് താണ്ടല് റെണ്ണാത്തൊക്കെ കയറാം. ആകാശൂഞ്ഞാലിൽ ഇങ്ങനെ കയറുന്നതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. വേണ്ടെന്ന് എടി, അത് ഭയങ്കര പ്രശ്നം. അതിനകത്ത് മേളിലോട്ട് കയറിച്ചത് ഭയങ്കര ഇങ്ങനെ കൂട്ടിൽ അടച്ചിടല്ലേ ചേച്ചി? പെണ്ണുമ്പോഴാണ് അത്. ഞാൻ നോക്കണം, അതിനകത്ത് കയറി എന്തെങ്കിലും സംഭവിച്ച ആരും ഉത്തരവാദിത്തം പറയും. ചേട്ടാ എനിക്ക് അതിനകത്ത് കയറണം ചേട്ടാ, പ്ലീസ്. എനിക്കത് കയറണം ചേട്ടാ. കൈകാൽ കഴപ്പ്, തരിപ്പ്. സുഹൃത്തെ, നിങ്ങൾ സംസാരിക്കും ഇടയ്ക്ക് അത് കംപ്ലൈന്റ്. അത് ഞാൻ പറഞ്ഞല്ലോ, കുലുക്കി സർബത്തുണ്ട്, സോഡാ സർബത്തുണ്ട്. കുലുക്കി സർബത്ത് വേണ്ട, സോഡാ സർബത്ത്. ചേട്ടാ ഈ സോഡാ സർബത്ത് വേണ്ട, കുലുക്കി എടുക്ക, അതാ രസം. എടാ കുലുക്കി വേണ്ട, സോഡാ സർബത്ത്. വയറിനൊക്കെ സുഖം കുലുക്കിയാന്ന്. എടാ ഞാൻ സോഡാ സർബത്ത് കുടിച്ചിട്ട് സുഖത്തിന് വേണ്ടി ഞാൻ വയറ്റി തടയിക്കോളാം. ഒരു കാര്യം ചെയ്യും, കുലുക്കി കുടിച്ചിട്ട് പറ, ഇഷ്ടപ്പെട്ടില്ല പൈസ തരണ്ട. കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, ഞാൻ ഇതില് നാരങ്ങ പിരിഞ്ഞിടും, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഇടും. ഇട്ടിട്ട് വെള്ളം കൂടെ ഒഴിക്കും. ഇടാ എന്ത് പെട്ടെന്ന് തരുമെങ്കിൽ താത് തീർന്നില്ല, ഇനിയൊരു ചെറിയ പരിപാടി കൂടി ഉണ്ട്. ചെറിയ പരിപാടിയാ?
ഇനി ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. എന്തുവാ? നില്ല്, ഇപ്പൊ തരാം. എന്നാടാ എടാ താടാ കുലുക്കി സർബത്ത് താടാ, കുലുക്കി സർബത്ത് താടാ. കുലുക്കിയേക്കാളും നല്ലത് സോഡാ സർബത്താ. എടാ വെറുതെ നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചാണോ ഈ കുലുക്കി സർബത്ത് വേണ്ട വേണ്ടാന്ന് നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞ ഇങ്ങനെ കുണുക്കി അങ്ങ് നിന്റെ കുണുക്കി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞാണെങ്കിൽ സോഡ സർബത്ത് മതിയെന്ന്. അപ്പൊ അവന്റെ കുണുക്കി സർബത്ത്. ചേച്ചി അവള് മറ്റേ റൈഡിൽ കയറിയതാ. അവള് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, ഒരു ഭയങ്കര ധൈര്യമാ. ചേച്ചിയല്ല പോയത്? അവള് മറ്റേ ആട്ടുതൊട്ടിൽ കേറിയില്ലേ? ഞാൻ പറഞ്ഞില്ല അവള് ഭയങ്കര ധൈര്യമാന്ന് പറഞ്ഞു. ആണല്ലേ? ഭയങ്കര ധൈര്യം. എടാ ഇരട്ട ചെങ്കാണെന്ന്. ആണോ? കൊല്ലണേന്നല്ലേ ചേച്ചി പറഞ്ഞേ? അങ്ങനെ പിന്നെ അവിടെ വീട് കൊല്ലത്താണല്ലോ. ഓ. അപ്പൊ അടുത്തിരുന്ന ആരെങ്കിലും ചോദിച്ചാണ് വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോ കൊല്ലത്താ അങ്ങനെ പറഞ്ഞത്. അതാ അതാ അതാ. ചേട്ടനല്ലേ പറഞ്ഞേ ചേച്ചി നിരീശ്വരവാദിയാന്ന്? എടാ അത് പണ്ട്. ഇപ്പൊ അവിടെ അടുത്ത് നോക്കണം, 333 കോടി ദേവതകൾ അവിടെ ചുറ്റിനും കാണും ഇപ്പം. ആണല്ലേ? ആ ചേട്ടാ തൊട്ടി നിന്ന് പോയത് ആണോ? ആ എടി ഞാൻ പറഞ്ഞതാണ് ഇവിടുത്തെ ഈ സിറ്റുവേഷൻ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫയർഫോഴ്സിനെ വിളിക്കും. ഫയർഫോഴ്സിനെ വിളി. ഹലോ, ഫയർഫോഴ്സ് അല്ലേ? ആ തെക്കക്കരയുടെ ഉത്സവം നടക്കുന്നുണ്ട്. ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ ആരും ഇങ്ങോട്ട് വരികയും വേണ്ട, പോലീസും വേണ്ട, ഫയർഫോഴ്സും വേണ്ട. ശരിയെന്നാ. അതെന്തിനാ വരുന്നുണ്ടോ? ചേച്ചി താഴെ ഇറക്കണ്ട്. ഒരു അരമണിക്കൂറൊക്കെ ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് നടന്നോട്ടെ. എന്റെ അവിടെ ഇരുന്നോട്ടെ. അല്ല ചേച്ചിയെ കാണുന്നില്ല. വാനിഷായി പോയോ? അവളുടെ സ്വഭാവത്തിന് അവള് വാനിഷാണ്ട സമയം കഴിഞ്ഞു. നേരത്തെ ഇങ്ങനെ വാനിഷായിട്ടുണ്ടോ? പിന്നെ വാനിഷ ചേട്ടാ ഒരു തെയ്യം. ഞാൻ പറഞ്ഞാണ് കേറേണ്ടത്. അപ്പൊ നീ തള്ളിക്കറിക്കോട്ട് പോയി. ഒരു കാര്യം ചെയ്യ്, വീട്ടിലോട്ട് പോ. എടി വേണ്ടത് വീട്ടിലോട്ട് പോകാൻ. കുടുംബത്തിലെ പെണ്ണുങ്ങളെങ്ങാനും എന്നെ ഇത് കണ്ടു കഴിക്കാനുണ്ടല്ലോ. അവളുമാരെല്ലാരും കൂടെ എന്നെ എടുത്തിട്ട് പൊങ്ങാനേടും. ഞാൻ എന്റെ മുടി വെച്ച് ഷൈൻ ചെയ്തോണ്ടിരുന്നതാ. 35,000 രൂപ കൊടുത്ത് ഞാൻ റെഡിയാക്കി വെച്ച എന്റെ മുടി അതാണ്ടാ കാറ്റടിച്ചതിനകത്ത് എങ്ങനെയായി നിങ്ങൾക്കറിയാവോ? ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അതിന്റെ പുറത്തുനിന്ന് എടുത്ത് താഴെ ചാടിയത് അവിടെ പറയെടുക്കാൻ നിന്ന് ആനയുടെ മേളി എന്നെ കൊണ്ട് 33 വീട്ടിൽ പറയെടുപ്പിച്ചിട്ടാ എന്നെ ഇവിടെ തിരിച്ചു കൊണ്ടാക്കിയത്. അത് ശരി. എങ്ങനെ ഇട്ട് ക്രൂശിക്കരുത്. ചേച്ചി ഒരു മനുഷ്യസ്ത്രീയാണ്. മനുഷ്യസ്ത്രീ ചെവി തരിക്കുന്ന ഞാൻ നമ്മളെ സമാധാനിപ്പിച്ചോട്ടെ. എന്താ ഏട്ടാ പറയാത്ത? അല്ല നിന്റെ മൺമൺഷോ കഴിയട്ടെ. എന്നിട്ട് ഞാൻ നിന്റെ കഴിഞ്ഞ പിന്നെ സംഭവിച്ചു. ഇനി ഞാൻ പറയുന്ന മോള് കേൾക്കണം. കൈകാൽ കഴപ്പ്, തരിപ്പ്. സുഹൃത്തെ, നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ തൊണ്ട എടാ ഒന്ന് സമാനന്താ. കംപ്ലൈന്റ് അത്. എന്ത് കംപ്ലൈന്റ്? അങ്ങോട്ട് മാറി. കംപ്ലൈന്റ് അവളെ സമാധാനിപ്പിച്ചോട്ടെ. അതായത് ഇപ്പൊ ഇത് വന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് വീട്ടിൽ ചെന്ന് കൈകാൽ കഴപ്പ്, തരിപ്പ്. സുഹൃത്തെ, നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഇങ്ങനെ നിൽക്കൂ. അത് നീ ഇതിപ്പോ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ഈ മുടി കറക്റ്റായിട്ട് നമ്മളത് ശരിയാക്കി അത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. കൈകാൽ കഴപ്പ്, തരിപ്പ്. സുഹൃത്തെ, നിങ്ങൾ സംസാരിക്കുമ്പോൾ അല്ല പിന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് അസ്ഥാനത്ത് അവിടെ ഇവിടെ ഒക്കെ കയറിയത് സംസാരിക്കുന്നു. അതായത് മോളെ ഞാനേ ഈ പറഞ്ഞെന്താണെന്നറിയാമോ? അവിടെ കട ഉള്ളേ കൈകാൽ കഴപ്പ്.
നീ ഒറ്റൊരുത്തനാണ് ഇത് കാരണം. എടാ ഇവിടെ നിന്നപ്പോഴത്തേക്ക് ഞാൻ അവളെ കയറുന്ന പറഞ്ഞപ്പോ നീയാണ് സപ്പോർട്ട് ചെയ്ത്. നീ ഒറ്റൊരുത്തൻ കാരണം ഇത് നടന്ന് നിന്നെ ഞാൻ ഇതിനൊരു സമാധാനം ഉണ്ടാക്കണം. അവളിപ്പൊ ചാവുന്ന പറയാം. എന്റെ ഒരു സമാധാനം ഉണ്ടാക്കണം. എനിക്കറിയാൻ പാടില്ല. ഞാൻ വല്ലതും പറഞ്ഞ അവരത് ജഡ്ജ്മെന്റിൽ പറയില്ല. ഞാൻ വിളിച്ചു വല്ലതും പറഞ്ഞു. ഈ സമാധാനം ഉണ്ടാക്കി നില്ല് നില്ല്. ചേച്ചി ഇത് എത്ര രൂപ ഇട്ട് ശരിയാക്കി പറഞ്ഞു? 35,000 കൊടുത്ത് റെഡിയാക്കി വെച്ചേക്കുവോ? എന്റെ വീടിന്റെ അടുത്തൊരു ബ്യൂട്ടി പാർലർ ഉണ്ട്. ഇത് ഞാൻ അവിടെ കൊണ്ട് ശരിയായി തരാം. ചേച്ചി വാ. എന്നെ നീ എവിടെ പോണു? എന്റെ ചേച്ചി വരാതെ എന്റെ കാലമായിട്ട് വീണാ മതി. ഇത് നന്നാക്കാൻ നീ ഒറ്റക്ക് പോയാൽ മതി. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ അങ്ങനെ ശരിയാക്കൂന്ന്. എടാ ഇത് ശരിയാക്കാനായിട്ട് നീ പോകേണ്ട കാര്യമില്ല. ഇത് അങ്ങോട്ട് കൊണ്ട് വന്നാൽ മതി.